ഹർഷ പാത്തു, കുഞ്ഞിപ്പാത്തു, ലോക്കൽ പാത്തു, വ്ലോഗർ പാത്തു, അങ്ങനെ ഒരുപാട് പാത്തുമാരുണ്ട് നമ്മളൊരു ഇൻസ്റ്റഗ്രാമില്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്താ ഒരു റീബോൺ പാത്തു ചോദിച്ചു കഴിഞ്ഞാല് ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് പഠിക്കുന്ന ടൈമിലൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പല കാര്യങ്ങളും നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ. എന്റെ കൂടെ പഠിക്കുന്നവർക്കും എന്നെ പഠിപ്പിച്ച സാറുമാർക്കും എന്റെ പെരക്കാർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരാള്. എനിക്കും ഇതിൽ ഭയങ്കര പ്രതീക്ഷയാണ് എവിടെയെങ്കിലൊക്കെ എത്തും എന്നുള്ള. അതായത് ഒരുപാട് ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാള്. പിന്നീട് അങ്ങോട്ട് ലൈഫ് ഒരു പോയിന്റ് എത്തിയപ്പോ ലൈഫിൽ അങ്ങോട്ട് സ്റ്റക്ക് ആവാണ്. അതായത് ലൈഫിന്റെ മാറി മറിഞ്ഞു. വീട്ടിലെ ജോലിയും വീട്ടുകാര്യങ്ങളും മാത്രം നോക്കിയിരിക്കേണ്ട ഒരാളാണ് ഞാൻ എന്നുള്ളൊരു ഒരു 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 മൈൻഡ് സെറ്റിക്ക് ഞാൻ എത്തിപ്പെടുകയാണ്. ഇതൊക്കെയാണ് ലൈഫ്, ഇങ്ങനെയൊക്കെയാണ് ലൈഫ് പോകേണ്ടത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ജീവിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ജീവിതം ഇല്ല, ഇതാണ് ലൈഫ് എന്ന് മൈൻഡില് വിചാരിച്ച് നടന്നിരുന്ന ഒരു കാലം. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് തകർച്ചകൾ ഉണ്ടായി. തകർക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് പല രൂപത്തിലും പല ഭാവത്തിലും. ഇന്ന് ഒരു പോയിന്റ് എത്തിയപ്പോ ഞാൻ എനിക്ക് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങി. എന്റെ സ്വപ്നങ്ങളും എന്റെ കാര്യങ്ങളും നേടിയെടുക്കാൻ ഞാൻ മാത്രമുള്ളൂ എന്നുള്ളൊരു ബോധം ഉണ്ടായി. അവിടുന്നാണ് ഇതിന്റെ ഒക്കെ തുടക്കം വരുന്നത്. ഞാൻ മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇമോഷണലി എല്ലാം കൊണ്ടും സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീബോൺ എറ എന്ന് പറയാം. പുതിയ സ്റ്റാർട്ടിങ്, പുതിയ ജീവിതം, അങ്ങനൊക്കെ വേണമെങ്കിൽ ഇതിൽ പറയാം. ലൈഫിൽ പുതിയ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരണം. പിന്നെ ഒരിക്കലും നടക്കൂല എന്ന് കരുതിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ നേടിയെടുക്കണം. സോ അതാണ് പാത്തു. വെറും പാത്തു അല്ല, റീബോൺ പാത്തു.